ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനറാണ്. നാളെ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് ഇനിയും കോടതിയിൽ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഹൈന്ദവ സംഘടനകളും പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ജിഷ്ണുവും വീണയും തുടരുന്നുണ്ട്. ജിഷ്ണുവിലേക്ക് പോകുന്നു. ജിഷ്ണു, നേരത്തെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇത് എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയായിരുന്നു. തുടരും. ഗതം തെരഞ്ഞെടുപ്പുകളെ ഈ വിഷയം, ശബരിമല വിഷയം എങ്ങനെ ബാധിക്കും എന്നുള്ളത് CPM നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. 2018 യുവതീ പ്രവേശന വിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ പിടിവാശി കാരണം മാത്രം അവിടെ ആചാര ലംഘനമുണ്ടാകുന്നൊരു വിഷയമുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി CPM നേരിട്ടത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് കേരളത്തിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ശബരിമലയെ ആചാരങ്ങളും ശബരിമലയോട് വിശ്വാസവുമുള്ള വലിയൊരു സമൂഹമുണ്ട്, ലക്ഷക്കണക്കിന് സമൂഹമുണ്ട്. അത് കേരളത്തിന് പുറത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച് വാദം ആരംഭിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് കോടതിയിൽ എടുക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. അത് രാഷ്ട്രീയ തലത്തിലും കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിലും വലിയ ചർച്ചയും ചലനങ്ങളും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയം ഇത്രയധികം പ്രതിഷേധങ്ങൾക്ക് കാരണമായതോടുകൂടി CPM-ന്റെ ക്യാമ്പയിനുകൾ, ഒപ്പം ഈ വീടുകൾ കയറിയുള്ള പരിപാടികളിലെല്ലാം തന്നെ ഈ അയ്യപ്പ ഭക്തർക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം മാറ്റി നൽകുക എന്നുള്ളതാണ്. ഈ പമ്പയിൽ ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിച്ചപ്പോഴും നിരവധി ആവശ്യങ്ങൾ ഉയർന്നത് അതുതന്നെയായിരുന്നു. അത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് സുപ്രീം കോടതിയിൽ നേരത്തെ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാനും അവിടെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടും സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം മാറ്റി നൽകണം. അതിനുശേഷം വേണം സംസ്ഥാന സർക്കാർ സംഗമം നടത്താൻ എന്ന വലിയ ആവശ്യം ആ സമയത്തും ഉയർന്നിരുന്നു. അതിനൊന്നും ചെവിക്കൊള്ളാനോ ഇതുവരെ ആ സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിൽ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ നാളെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാളെ കേസ് പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കിടക്കാൻ സാധ്യതയില്ല. കേസിൻ്റെ വാദം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും നാളെ ഉണ്ടാവുക. 9-അംഗ ബെഞ്ചിൻ്റെ രൂപീകരണം, എന്നു മുതൽ വാദം നടക്കണം, ഏതെല്ലാം ഹർജികളാണ് ഉൾപ്പെടുത്തേണ്ടത്, അവ സംബന്ധിച്ചുള്ളൊരു കൃത്യമായ തീരുമാനമായിരിക്കും നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ചിന് മുൻപിൽ ഉണ്ടാവുക. ഓക്കെ ജിഷ്ണു, ഒപ്പം വീണ, രണ്ടുപേരുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ കേസ് നാളെ സുപ്രീം കോടതി ഒരിക്കൽ കൂടി പരിഗണനയിലേക്ക് എടുക്കുകയാണ്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യുവതീ പ്രവേശന കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും ശബരിമലയിൽ ധ്വജസ്തംഭവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവും ഒക്കെ വലിയ ചർച്ചയാകുന്ന വേളയിലാണ് യുവതീ പ്രവേശന കേസ് കൂടി ഇപ്പോൾ വരുന്നത്. അത് സംസ്ഥാന സർക്കാർ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ സുപ്രീം കോടതിയിൽ എന്ത് നിലപാടാകും സ്വീകരിക്കുക എന്നത് തന്നെയാകും ഏറ്റവും നിർണായകമാകുക.